മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടമ്പുമരം സൗന്ദര്യത്തിൻ്റെ പര്യായമായി സിനിമാ ഗാനങ്ങളിൽ വർണ്ണിക്കുന്ന കടമ്പുമരം അപൂർവമായി കാണപ്പെടുന്നതാണ്. പുരാണങ്ങളിൽ യമുനാ നദിക്കരയിലെ ശ്രീകൃഷ്ണ കഥകളുമായി ചേർത്ത് വയ്ക്കുന്ന മരമാണിത്. മഹാഭാരത കഥകളിൽ കടമ്പ് പലയിടത്തും പ്രതിപാദിച്ച് കാണുന്നു. പാണ്ഡവന്മാരുടെ നാടായ ഇന്ദ്രപ്രസ്ഥത്തിൽ വളർത്തിയിരുന്ന മരങ്ങളിൽ ഒന്നായിരുന്നു കടമ്പ് മരം എന്ന് കാണാം. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്ത് നിന്നും അമൃതുമായി വരുന്ന വഴിക്ക് യമുനാ നദിക്കരയിലെ കടമ്പ് മരത്തിലാണ് വിശ്രമിച്ചത്. ആ സമയം അല്പം അമൃത് മരത്തിൽ നിന്ന് വീഴാനിടയായി. പിന്നീട് കാളിയൻ്റെ വിഷമേറ്റ് യമുനാ നദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പുമരം മാത്രം ബാക്കിയായി. അമൃത് വീണതിലാണ് കടമ്പുമരം ഉണങ്ങാതിരുന്നതെന്ന് കഥകൾ പറയുന്നു. രോഗനാശിനിയായ കടമ്പ് പുരാണങ്ങളിൽ മാത്രമല്ല ഔഷധ ഗുണത്തിലും കടമ്പ് മരത്തിൻ്റെ തൊലി, പൂവ്, കായ എന്നിവ ഔഷധ ഗുണം കൊണ്ട് സമ്പുഷ്ടമാണ്. സാധാരണയായി നീല, മഞ്ഞ, വെള്ള എന്നിങ്ങനെ 3 തരത്തിലാണ് കേരളത്തിലെ വനാന്തരങ്ങളിൽ മഞ്ഞക്കടമ്പും വെള്ളക്കടമ്പും ധാരാളമായി കണ്ടുവരുന്നു.